എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം മണി അഫർമേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അതൊന്ന് മലയാളത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് വീണ്ടും അഫർമേഷൻ്റെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ പണം എന്ന് പറയുന്നത് വെറും ഒരു നോട്ടോ നാണയമോ അല്ല, അത് ഒരു എനർജിയാണ്. നാം പണത്തെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത്രയും അതിൻ്റെ ആവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. എനിക്ക് പണം കുറവാണ് എന്ന് ചിന്തിക്കുമ്പോൾ അളവില്ലാത്ത കുറവിൻ്റെ അവസ്ഥയാണ് നാം ആകർഷിക്കുന്നത്. നമ്മളെപ്പോഴും പണത്തെ സ്നേഹത്തോടും നന്ദിയോടും കൂടി വേണം കാണാൻ. പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ആവശ്യമായൊരു ഘടകമാണ് പണത്തെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത്. അപ്പം മനസ്സിൽ പണത്തെക്കുറിച്ച് നമുക്ക് സുഖാനുഭവം ഉണ്ടാകണം. അപ്പം ഏത് അഫർമേഷൻസ് നമ്മൾ പറയുമ്പോഴും നമ്മൾ 100% അതിൽ വിശ്വസിച്ച് വേണം ചെയ്യാൻ. അപ്പം പൂർണ്ണമായും യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഈ അഫർമേഷൻസ് തുടർച്ചയായി 21 ദിവസം രാവിലെയും രാത്രിയും നിങ്ങൾ പറയുക. അഫർമേഷൻസ് ഇതാണ്. അതിനു മുന്നേ കണ്ണുകൾ സാവധാനമടയ്ക്കുക. കൈകൾ നിങ്ങളുടെ ഹൃദയഭാഗത്തിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഹോൾഡ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ റിച്ചാണ്. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു. സമ്പന്നത എൻ്റെ ജന്മ അവകാശമാണ്. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അനുദിനം കൂടുതൽ റിച്ചായിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പണം വളരെ എളുപ്പത്തിലും സുഗമമായും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സാവധാനം കണ്ണുകൾ തുറക്കുക. എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.